അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സിസ്റ്റർ ബ്ലെസ്സി. ഞാനിവിടെ റോബിൻസ് ബ്രോഡിനടുത്തുള്ള സാൻജോ കോൺവെൻറ്റിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 4 മാസമായി ഇവിടുത്തെ ശുശ്രൂഷയിലുണ്ട്. ഞാനിവിടെ വന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. ഏകദേശം ഒരു 15 വർഷമായി ഒരു അലർജി ഉണ്ടായിരുന്നു എനിക്ക്. ഏത് സോപ്പ് തേക്കാനും എനിക്ക് ഭയങ്കരമായിട്ടും ചൊറിയും. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാനിങ്ങനെ ഏത് സോപ്പ് തേക്കണോ അങ്ങനെ കൺഫ്യൂഷനായിട്ട് നടന്നു. അവസാനം ലെക്സ് സോപ്പ് തേച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതും അലർജിയായി. പിന്നെ ഞാൻ സോപ്പൊന്നും തേക്കാതെ എണ്ണ മാത്രം തേക്കുന്നൊരു ശൈലിയിലേക്ക് വന്നു. അതും പറ്റണ്ടായി. പിന്നെ ചെറുപയർ ഉപയോഗിച്ചാൽ പറഞ്ഞു, അത് നോക്കി, എന്നിട്ടും രക്ഷയില്ല. അവസാനം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടൊമാറ്റോ സോപ്പ് തേച്ചു. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അത് വലിയ കുഴപ്പമില്ല, പക്ഷെ അതൊന്നും കിട്ടാനുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. രാത്രി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങുക. കാരണം ചൊറിഞ്ഞ് പൊട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു സോപ്പ്, എന്നിട്ട് പറയുക ലാവൻഡർ സോപ്പ്, അതാണ് ഒരു UK നിന്ന് എൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നു. പിന്നെ ഈ സോപ്പുകളൊക്കെ എൻ്റെ ഒരു അച്ഛനുണ്ട്. അവനാണ് എനിക്ക് അവൻ്റെ ഫ്രണ്ട്സ് അച്ഛന്മാരൊക്കെ ഉള്ളിടത്ത് എന്തെങ്കിലും വേണമെന്ന് അവരോട് ചോദിക്കുമ്പോൾ ആളും അങ്ങനെ പറയാറ്, സോപ്പ് വേണമെന്ന്. അതെനിക്ക് വേണ്ടിയാണ്. അങ്ങനെ കുറേ സോപ്പുകളുടെ ഒരു ശേഖരത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേർപ്പൊട്ടും പറ്റില്ല. ചൂടത്ത് നിന്ന് കഴിഞ്ഞാൽ വേർപ്പ് കഴിഞ്ഞാൽ എന്നെ ചൊറിഞ്ഞ് മുഴുവനും ഇത് ഞാൻ ഹോസ്പിറ്റലുകൾ മുഴുവൻ പോയിട്ടുണ്ട്. എൻ്റെ ദേഹം മുഴുവനും അതിൻ്റെ ഇതുകൊണ്ട്. അവസാനം ഈ കഴിഞ്ഞൊരു വർഷം ഞാൻ ഒറീസയിലായിരുന്നു. അവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ അലർജി ഭയങ്കരമായി, ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി. ഇവിടെ വന്ന് ചൊറിഞ്ഞ് അത് ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞ് ഞാൻ ജൂബിലി മിഷനിൽ പോയി ഏകദേശം അത് ആ പഴുപ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 50,000 രൂപ കളഞ്ഞിട്ടുണ്ട്. ഒരു അലർജിയാണിത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ കയറി വരുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ട്, പാലക്കാട്ടത്തെ വെള്ളം നല്ലതാണോ, പിന്നെ ചൂട് അങ്ങേറ്റാണെന്നും കേട്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്? ഞാൻ ഇവിടെ വരുമ്പോൾ സത്യത്തിൽ കുറേയേറെ രോഗങ്ങളായിട്ടും ശാരീരികവും മാനസികമായിട്ടും കുറേ രോഗങ്ങളായിട്ടാണ് ഞാനിവിടെ കയറി വന്നിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഈശോയോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, ഈശോ എനിക്ക് അസുഖം മാറ്റി തരണം. കാരണം നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാതെ ഒരു 15 വർഷത്തെ അലർജിയാണ് ഞാനിത് സഹിച്ചുകൊണ്ട് നടന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ചെയ്തായിരുന്നത് കുറച്ച് മാംസം ഞാൻ വർജിച്ചു. ശുശ്രൂഷകൾക്ക് ഇവിടെ ശുശ്രൂഷയിലുള്ളത് കൊണ്ട് ഞാൻ മാംസം വർജിച്ചു. പിന്നെ എനിക്ക് കുറേ ബോധ്യങ്ങൾ ക്ലാസ്സുകളിൽ നിന്ന് കുറേ ബോധ്യം കിട്ടി, അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന്. കാരണം ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നു. അങ്ങനെ ഞാൻ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടിയിട്ട് മാംസം വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ ഒരു ദിവസം അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ചൂട് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ദേഷ്യ സ്വഭാവങ്ങൾ, എൻ്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടു. പിന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് ഇങ്ങനെ ദേഹം മുഴുവൻ ചൊറിയുന്നുണ്ടായിരുന്നു. ചൊറിഞ്ഞപ്പോൾ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോയി വെഞ്ചരിച്ച എണ്ണ തേച്ചു. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്നെ അത് സ്പർശിച്ചു. അപ്പോൾ ഇത്രയും ചൊറിയുന്ന ഞാൻ ഈ എണ്ണ ഇതുവരെയും തേച്ചില്ലല്ലോ. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ട് ആ എണ്ണ തേച്ചു. അതിനുശേഷം ഞാൻ ഇപ്പം നിങ്ങളോട് സാക്ഷ്യം പറയണമെങ്കിൽ എനിക്ക് ഏതൊക്കെ സോപ്പാണോ അലർജി ആയിട്ട് തോന്നിയായിരുന്നേ ആ സോപ്പുകളെല്ലാം ഞാൻ തേച്ച് നോക്കിയതിട്ടാണ്. ഞാൻ നന്നായി പരീക്ഷണം നടത്തിയിട്ട് തന്നെ ഇവിടെ വന്നേ. എല്ലാ സോപ്പുകളും തേച്ചു, എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വെഞ്ചരിച്ച എണ്ണയും വെഞ്ചരിച്ച വെള്ളവും വെഞ്ചരിച്ച ഉപ്പും ഇത് 3 ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ സാക്ഷ്യം ഞാനിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ ഇത് അറിയണം. കാരണം ലോകത്തുള്ള അമേരിക്ക മുതൽ ലണ്ടൻ മുതലുള്ളവർ എനിക്ക് സോപ്പും കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ആര് ചോദിച്ചാലും എൻ്റെ സ്റ്റാഫ് സ്റ്റുഡൻസോ ബന്ധുക്കളോ ആര് ചോദിച്ചാലും ഞാൻ അവരോട് പറയും എനിക്ക് സോപ്പ് വേണം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ റൂമിൽ വന്നോ, ഈ വക സോപ്പുകളല്ലേ. ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലത്തെ സോപ്പ്, സാധാരണ ലോക്കൽ സോപ്പ് എടുത്ത് ഞാൻ തേച്ച് കുളിച്ചിട്ടാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വന്ന് ഉറപ്പിച്ച് ഞാൻ വന്നത്. അതുപോലെ തന്നെ ഫാനിൻ്റെ കാര്യത്തിലും ഫാനില്ലാണ്ടും ഫാൻ മാറ്റി വെച്ചും ഒക്കെ നോക്കി വേർത്തൊളിച്ചിട്ടും എനിക്ക് ആ ചൊറിയൽ സംഭവിച്ചിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വെഞ്ചരിച്ച എണ്ണ, വെഞ്ചരിച്ച ഉപ്പ്, വെഞ്ചരിച്ച വെള്ളം ഒപ്പം നമ്മുടെ വിശ്വാസവും കൂടെ ഉണ്ടായാൽ നമ്മുടെ എല്ലാ രോഗവും മാറും, ശാരീരികമായിട്ടും മാനസികമായിട്ടും. സത്യത്തിൽ ഞാൻ ഇവിടെ കയറി വരുമ്പോൾ കുറച്ച് ദുഃഖത്തിലൊക്കെയാണ് വന്നത്. കാരണം ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലൊരു 95% തന്നെ മാറിയിട്ടുണ്ട്. ഇനിയൊരു 5% ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ സന്തോഷവതിയാണ്. അതൊരു മാസം കൊണ്ട് അതും മാറും.
വെള്ള സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ സിസ്റ്റർ? വെള്ള സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? വെള്ള സോപ്പ്, ഏതെങ്കിലും വെള്ള സോപ്പ്? ആ, വെള്ള സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം അതെന്താ അലർജിയാ? അത് ലാവൻഡറിൻ്റെ സോപ്പ് വെള്ളയാ. അലർജിയിൽ നിന്നും കർത്താവ് സാധാരണ വെള്ള സോപ്പുകൾ ഉപയോഗിച്ച് അലർജി ഉണ്ടാകും. കാരണം സോപ്പെല്ലാം കെമിക്കലാണ്. അതിൽ അലർജി കുറവുള്ള വസ്തു ഏതാണെന്ന് വെച്ചാൽ വെള്ള സോപ്പാണ്. അല്ലേലിക്കാം.